യോഗാസന ചാമ്പ്യൻഷിപ്പ് കാഞ്ഞങ്ങാട് ചിന്മയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു. യോഗാസന കാസർഗോഡ് ജില്ലാ അസോസിയേഷൻ നേതൃത്വത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത്. ഏഴാമത് കാസർഗോഡ് ജില്ലാ യോഗാസന ചാമ്പ്യൻഷിപ്പ് കാഞ്ഞങ്ങാട് ചിന്മയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു. യോഗാസന കാസർഗോഡ് ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത്. പരിപാടി ചിന്മയ മിഷൻ പ്രസിഡന്റ് സ്വാമി വിവിക്താനന്ദ സരസ്വതി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. യോഗ എന്ന ശബ്ദം അതിനൊരർത്ഥമുണ്ട്. യുജ്യതേ അനേന ഇതി യോഗഃ. യുജ്യതേ അനേന ഇതി യോഗഃ. ഏതൊന്നിനോടോ നമ്മളെ കൂട്ടിച്ചേർക്കുകയാണ്. അത് യോഗശാസ്ത്രത്തിൽ പറഞ്ഞാൽ ജീവാത്മാവിനെ ഈശ്വരനോട് കൂട്ടിച്ചേർക്കും. ഈശ്വരനുമായിട്ടുള്ള ചേർച്ച. വേദാന്ത ശാസ്ത്രത്തിൽ പറഞ്ഞാൽ ജീവാത്മ പരമാത്മയോഹോ ഐക്യം. ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ചേരുന്നതെല്ലാം ചേർച്ചയാണ്. അപ്പം നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു മഹാശക്തിയെ തെളിച്ചു കൊണ്ടുവന്ന് അതിനോടുള്ള സംയോജനം, അതിനോടുള്ള ചേർച്ച. നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ ശരീര മനോബുദ്ധികളാണെന്നുള്ള ആ തെറ്റായിട്ടുള്ള ധാരണ മാറ്റി ശരീരത്തിനപ്പുറം, മനസ്സിനപ്പുറം, നമ്മുടെ ബുദ്ധിക്കപ്പുറം ഒരു മഹാശക്തി ഈ ശരീര മനോബുദ്ധികളെ ക്ഷമതയുള്ളതാക്കി തീർക്കുന്നു, അതിനെ ശാക്തീകരിക്കുന്നു, അതിനെന്താ ജീവന്റെ തുടിപ്പ് നൽകുന്നു, അതിനെ പ്രവർത്തനക്ഷമമാക്കുന്നു. യോഗാസന കായികരംഗത്തിന്റെ വളർച്ചയ്ക്കും യുവതലമുറയിൽ ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇത്തരം മത്സരങ്ങൾ വലിയ പങ്കുവഹിക്കുന്നതായി അദ്ദേഹം സംസാരിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള രവിശങ്കർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ശംഭു നമ്പൂതിരി, അനിൽകുമാർ എന്നിവരെ ആദരിച്ചു. സി ചന്ദ്രൻ, ഡോക്ടർ ശിവരായ ഭട്ട് എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് തേജകുമാരി സ്വാഗതവും പി അനിൽകുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ പ്രായവിഭാഗങ്ങളിലെ മത്സരങ്ങൾ ആരംഭിച്ചു. പരമ്പരാഗത, ആർട്ടിസ്റ്റിക്, റിത്മിക് തുടങ്ങിയ ഇനങ്ങളിലായി മത്സരാർത്ഥികൾ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചു. സംസ്ഥാന ദേശീയതല മത്സരങ്ങൾക്ക് യോഗ്യരായ താരങ്ങളെ കണ്ടെത്തുന്നതിനും ജില്ലയിൽ യോഗാസന കായികരംഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.